ഇന്നത്തേത് ഒരു ഈസ്റ്റർ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പം അതുപോലെ രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ടാണ് ചെന്നത്. അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ തീയൊക്കെ നീക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ അങ്ങോട്ട് ഇട്ട് വെച്ചിട്ട് അമ്മ വെളിയിലോട്ട് ഇറങ്ങിയതേ ഉള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ചൂടാക്കാനൊന്നും നിന്നില്ല. അല്ലെങ്കിൽ ഞാൻ എന്നും ചായ ചൂടാക്കിയിട്ടാണ് കുടിക്കാറുള്ളത്. എനിക്ക് നല്ല ചൂടോടെ ചായ വേണം. അപ്പോൾ നോക്കിയപ്പോഴത്തേനും നല്ല പുകയൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ചായ ഇട്ടതേ ഉള്ളെന്ന്. അങ്ങനെ പെട്ടെന്ന് ചായയും കുടിച്ചിട്ട് അടുത്ത എൻ്റെ ആദ്യത്തെ ജോലിയിലോട്ട് അങ്ങ് കടന്നു. മെയിനായിട്ടുള്ള ആദ്യത്തെ പണി എന്ന് പറയുന്നത് കുപ്പി കഴുകലാണ്. അങ്ങനെ വെള്ളമൊക്കെ റെഡിയാക്കിയതിന് ശേഷം നേരെ കുപ്പി കഴുകാനെ കൊണ്ട് അങ്ങ് തുടങ്ങി. അത്യാവശ്യം നല്ല ടൈം എടുക്കും ഈ കുപ്പികളെല്ലാം കഴുകി പറക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ആണെങ്കിൽ രാവിലെ മാത്രമേ ഉള്ളൂ വീടുകളിൽ പാല് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കഴുകി പറക്കി എടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ തൊട്ടേ പാലും കൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്നതാണ്. ഇതുവരെ അതിൽ നിന്നൊരു മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ ശീലമായി. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് മടുപ്പ് വരത്തില്ലേ ഇങ്ങനെ എന്നും റുട്ടീനായിട്ട് ഓരോ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനാണ് ഞാൻ കൂടുതൽ നേരം ശ്രമിക്കാറുള്ളത്. ഒട്ടും ബുദ്ധിമുട്ടില്ല എന്നൊന്നും ഞാൻ പറയൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോളേജിലൊക്കെ പോയിട്ട് വരുമ്പോഴത്തേന് ഇച്ചിരി ലേറ്റ് ആകുമ്പോഴത്തേക്കിന് ഇച്ചിരി ക്ഷീണമൊക്കെ തോന്നാറുണ്ട്. എന്നാൽ പോലും ഞാനിതൊക്കെ ചെയ്യാറുമുണ്ട്. ടൈം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാൻ പറ്റിയത് സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോലികളൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനേ പറ്റുകയില്ല. അങ്ങനെ കുപ്പിയെല്ലാം കഴുകി പറക്കിയതിന് ശേഷം നേരെ പാലൊക്കെ അളന്ന് ഓരോ കുപ്പികളിലായിട്ടൊക്കെ ഒഴിച്ചു വെച്ചിട്ട് അടപ്പുകളൊക്കെ അടച്ച് എല്ലാം സെറ്റാക്കിയിട്ട് സഞ്ചിക്കകത്തെടുത്ത് വെച്ചു. ഇനി വേണം പാലും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അതിന് മുമ്പായിട്ട് ഈ പാലിൻ്റെ ബക്കറ്റും കപ്പും എല്ലാം കഴുകിയൊക്കെ മാറ്റി വെച്ചു. ഞാനും അമ്മയും കൂടെ ആന്നേ പാലും കൊണ്ട് ഇറങ്ങിയത്. ഞായറാഴ്ച ദിവസം മിൽമയിലോട്ട് പാലും കൊണ്ട് പോകുന്ന ആ ഓട്ടോ വരികയില്ല. നടന്നു പോകുന്നതുകൊണ്ട് തന്നെ വീട്ടിലോട്ടും മിൽമയിലോട്ടും കൂടെ ഉള്ള പാൽ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൊണ്ടുപോകാനും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങിയത്. രണ്ടുപേരും ഒരേ റൂട്ടിൽ കൂടെ തന്നെ പോകുന്നത് കൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് അങ്ങ് ഇറങ്ങുകയും ചെയ്തു. കനാലിൽ വെള്ളമൊക്കെ വിട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ അടച്ചേക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും തുറന്നു വിട്ടിട്ടുണ്ട്. സമയം ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. അതുകൊണ്ട് രാവിലെ വെയിലിന് മുമ്പ് എന്തായാലും പാലൊക്കെ എല്ലായിടവും ഒക്കെ എത്തിക്കാൻ പറ്റി. അങ്ങനെ മിൽമയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കിനും ഞങ്ങൾ നേരെ ചിക്കൻ മേടിക്കാൻ കയറി. അപ്പോൾ രാവിലത്തേക്കിന് അപ്പത്തിന് ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസം മുമ്പ് വരെ ചിക്കന് നല്ല റേറ്റിൽ നിൽക്കുമായിരുന്നു. ഈസ്റ്ററായിട്ട് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, വിലയൊന്നും കൂടിയിട്ടില്ലായിരുന്നു. അങ്ങനെ ചിക്കനും ഒക്കെ മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ടേക്ക് പോകുന്നു. ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ബാക്കി പരിപാടികൾ നോക്കാൻ വേണ്ടിയിട്ട്. മിൽമയിൽ പോകാൻ താമസിക്കുന്നത് കൊണ്ട് 2-3 വീട്ടിലെ പാല് കൊടുത്തിട്ടില്ലായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്കാണ് അതുകൂടെ കൊടുത്തത്. ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് അനിയത്തി സവാള ഉള്ളിയൊക്കെ പൊളിച്ചിട്ട് കുരുമുളകൊക്കെ പൊടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡിൽ വെള്ളയപ്പം ഉണ്ടാക്കാനും തുടങ്ങി. ഇനി ചിക്കൻ വെക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ സവാളയൊക്കെ അരിഞ്ഞു വെച്ചേക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് മസാല പൊടിച്ചത് തീർന്നായിരുന്നെന്ന്. പിന്നെ കുറച്ച് മസാല ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ അത് വറക്കാമെന്ന് വിചാരിച്ച് വറുത്തിട്ടങ്ങ് പൊടിക്കാമല്ലോ. അങ്ങനെ ഒരു സൈഡിൽ മസാലയും വറുത്തു, അപ്പുറത്തെ സൈഡിൽ അപ്പവും ചുടുന്നുണ്ടായിരുന്നു അമ്മ. അങ്ങനെ അമ്മ വെളിയിലോട്ട് എന്തോ ആവശ്യത്തിന് പോയ സമയത്ത് 2-3 അപ്പം ഞാനും അങ്ങ് ചുട്ടു. മസാല വറുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്റ്റൗ ഓഫൊന്നും ആക്കിയില്ല. നേരെ കുക്കർ എടുത്ത് വെച്ചു ചിക്കൻ വെക്കാൻ വേണ്ടി. ഞങ്ങളെല്ലാവരും കൂടെ അടുക്കള നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കിന് കുഞ്ഞിനെ എടുത്തോണ്ട് വന്നേക്കുമായിരുന്നു പപ്പ. അങ്ങനെ കുക്കർ വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ച് കടുകും പൊട്ടിച്ചിട്ട് നേരെ സവോളയൊക്കെ ഇട്ടു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ 2-3 പച്ചമുളകും തക്കാളിക്കയും കൂടി ഇട്ട് കൊടുത്തു. ഇവിടെ ഞങ്ങൾ അങ്ങനെ തക്കാളിക്കൊന്നും ചേർത്തല്ല വെക്കാറുള്ളത്. ഇപ്പം 2-3 പ്രാവശ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചേർത്ത് വെക്കാറുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. ഉള്ളി വഴണ്ട് വന്നപ്പോഴത്തേക്കും അതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പും ഒക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് മസാലയും ചേർത്ത് നന്നായിട്ട് ഇളക്കിയൊക്കെ കൊടുത്തു. പിന്നെ കുരുമുളക് പൊടിയും കൂടെ അങ്ങിട്ടു. എന്നിട്ട് നേരെ ചിക്കൻ ആഡ് ചെയ്ത് കുക്കിങ്ങിൽ പിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അനിയത്തിയും കൂടെ ഉണ്ടായിരുന്നു. അവളാണ് ഈ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത്. പിന്നെ അവളെ കൊണ്ട് ഇളക്കിയ കൂടത്തിൽ നിന്ന് മനസ്സിലാക്കിയപ്പോഴത്തേനും പിന്നെ അമ്മ തവി വാങ്ങിച്ചിട്ട് ഇളക്കി. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നേരെ കുക്കറൊക്കെ അടച്ച് വെച്ചു. ഇനി അതിനകത്ത് 2 വിസിലൊക്കെ വരട്ടെ. ആ സമയം കൊണ്ട് ബാക്കി അപ്പം ചുട്ടെടുക്കാം. അങ്ങനെ അപ്പം ചൂടിയിലൊക്കെ ഏകദേശം കഴിഞ്ഞു. ആ സമയമാണെന്നുണ്ടെങ്കിൽ പപ്പ കുഞ്ഞിനെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് വന്നേക്കുവാണ്. കുഞ്ഞുങ്ങളൊക്കെ ഇരിക്കുന്നത് കണക്ക് തന്നെ ഇങ്ങനെ ഇരുന്നോളും. രാവിലത്തെ ഭക്ഷണം കിട്ടിയില്ല, അതിന് വേണ്ടിയിട്ടുള്ള ബഹളമാണ് ഈ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ അടുത്തായിട്ട് പരാതി ബോധിപ്പിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അപ്പം ചുട്ടപ്പോഴത്തേക്കിനും കുറച്ച് മാവ് ബാക്കി വന്നായിരുന്നു. അതൊരു പാത്രത്തിലെടുത്ത് മാറ്റി വെക്കുവാണ്. ഇനി വൈകിട്ട് വേണമെങ്കിൽ ചുടാൻ വേണ്ടിയിട്ട്. ഈ സമയം നമ്മുടെ കുക്കറിൽ വിസിൽ വന്നായിരുന്നു. ചിക്കൻ ഏകദേശം വെന്തിട്ടുണ്ട്. അന്നേരത്തേക്കിന് അടുത്ത കുക്കർ എടുത്ത് വെച്ചു. അതിനകത്ത് ബീഫ് വെക്കുകയാണ് ഉച്ചത്തേക്കിന് വേണ്ടിയിട്ട്. അത് വേവാൻ വേണ്ടിയിട്ട് അടുപ്പേ വെച്ചതിന് ശേഷം അമ്മയാണെന്നുണ്ടെങ്കിൽ മസാല പൊടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നേരത്തെ വറുത്ത് വെച്ചില്ലായിരുന്നു അത്. ഈ സമയം ഞാനാണെന്നുണ്ടെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തോട്ട് പോയി. അപ്പോൾ എന്നുണ്ടെങ്കിൽ 2-3 ദിവസമേ ആയുള്ളൂ കോഴിക്കുഞ്ഞുങ്ങൾ അടവെച്ചിട്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ അവർക്ക് തീറ്റയും വെള്ളം എല്ലാം കൂട്ടി തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇതാണ് എൻ്റെ ചെടികൾ. ഒത്തിരി ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം കരിഞ്ഞു പോയി. ഇപ്പം കുറേശ്ശായിട്ട് റീപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇത് ഞങ്ങളുടെ താമര 2 വർഷമായിട്ട് കൊണ്ടുവച്ചിട്ട് ഇതുവരെ ഇത് പൂത്തൊന്നുമില്ല. പിന്നെ ഇത് ഞങ്ങളുടെ മുയൽ ഒരാളെ ഉള്ളൂ, ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു, അത് ചത്തുപോയി. അങ്ങനെ ഞാൻ അടുക്കളയിൽ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് ഇനി ബീഫ് വെക്കാൻ പോവാണ്. അങ്ങനെ ഉരുളിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ചൂടായപ്പോഴത്തേക്കിന് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വറുത്തെടുത്ത് എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നേരെ സവോളയൊക്കെ ചേർത്ത് കൊടുത്തു. സമയം ഒത്തിരി ആയതുകൊണ്ട്
ആയതുകൊണ്ടും എനിക്ക് വിശന്നതുകൊണ്ടും ഞാൻ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്ന്. അപ്പോഴത്തേക്കിന് അമ്മ ആണെന്നുണ്ടെങ്കിൽ സവോളയൊക്കെ വഴറ്റിയെടുത്തായിരുന്നു. ഞാൻ കഴിച്ചിട്ട് വന്നപ്പോഴത്തേന് ബീഫ് കറി വെന്തു. എന്നിട്ട് ആ അടുപ്പിൽ തന്നെ കലത്തിൽ വെള്ളം വെച്ചു റൈസ് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ചൂടാവുന്നിടം വരെ വെയിറ്റിങ്ങിലായിരുന്നു. അന്നേരം നമ്മൾ പൂച്ചേനെ കളിപ്പിച്ചുകൊണ്ട് മുറ്റത്തിരിക്കുമായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത പണി അങ്ങോട്ട് തുടങ്ങി. അതായത് ഈ ബിരിയാണിക്കകത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവോള വറുത്തത് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 സവോള എടുത്ത് അരിയാൻ പറഞ്ഞു. ഇത്തവണ വാങ്ങിച്ച സവോള പൊളിക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളത് പൊളിച്ചൊക്കെ എടുത്ത് എന്നിട്ട് അരിഞ്ഞ് കുരുകുരാന്ന്. അങ്ങനെ ഞാൻ സവോളയൊക്കെ അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു. അമ്മ അരി ഇടുന്ന സമയം കൊണ്ട് ഞാൻ എന്നാ വിചാരിച്ചു എന്നാൽ ഈ സവോള അങ്ങോട്ട് വഴറ്റിയെടുക്കാമെന്ന്. അങ്ങനെ ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായപ്പോഴത്തേക്കിന് സവോള ഇട്ട് വഴറ്റാൻ തുടങ്ങി. ഇതിപ്പോൾ കാണുന്നോണക്ക് അത്ര ഈസി ഒന്നും അല്ല, കുറച്ച് ലെങ്തി പ്രോസസ്സാണ്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അതായത് എല്ലാം ഒരേ പോണക്ക് മൂത്ത് വരണമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഞാൻ സവോള വഴറ്റിക്കൊണ്ട് നിന്നപ്പോഴത്തേക്കിന് അമ്മ അരി അടുപ്പയിലും ഇട്ട്. അരി തിളച്ചിട്ടും നമ്മുടെ സവോള ഇവിടെ വഴണ്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പം തന്നെ ഓർക്കണം എന്തോരം സമയം എടുക്കും ഈ സാധനം ഒന്ന് വഴണ്ട് വരാനെന്ന്. എന്തായാലും ഇളക്കി നമ്മുടെ സവോള വഴണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് നന്നായിട്ട് മൂപ്പിച്ചത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ കശുവണ്ടിയും പിന്നെ ഉണക്കമുന്തിരിയും കൂടെ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ച് ആ എണ്ണയിൽ തന്നെ ഇട്ടാണ് വറുത്തെടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാമല്ലോ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം ഇതെല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ട് മിക്സ് ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ ചോറ് വേവുകയും ചെയ്തായിരുന്നു. അമ്മ അങ്ങനെ ചോറൊക്കെ ഊറ്റിയിട്ട് ഇനി നമുക്കിതൊന്ന് ദം ചെയ്യണം. ദം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനും കൂടി ഇട്ടിട്ടല്ലായിരുന്നു ഇവിടെ ചെയ്യുന്നത്. വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ടൊക്കെ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ചെറിയ ബിരിയാണി ചെമ്പൊക്കെ ഉണ്ട്. അതിനകത്തോട്ട് നെയ്യൊക്കെ ഇട്ടൊന്ന് ചുറ്റിച്ചിട്ട് നമ്മൾ ആദ്യം ഒരു ലെയർ ചോറ് അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും സവോളയും കൂടെ ഒരു ലെയർ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത് പിന്നെയും നമ്മൾ ചോറിട്ടു. അത് കഴിഞ്ഞ് പിന്നെയും നമ്മുടെ വറുത്ത് വെച്ചിരുന്ന സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. അങ്ങനെ ചോറ് തീരുന്നിടം വരെ ഇത് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ നമ്മൾക്ക് കുറച്ച് എസൻസ് ഉണ്ടായിരുന്നതും കൂടി ഇങ്ങനെ എല്ലായിടവും കൂടെ ഒന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തു. വളരെ കുറച്ചേ ഒഴിച്ചുള്ളൂ. എന്നിട്ട് നമ്മുടെ ചെമ്പെടുത്ത് നേരെ അടുപ്പയിലോട്ട് വെച്ചു. അടപ്പും അടച്ചിട്ട് കുറച്ച് കനൽ അതിൻ്റെ മണ്ടയ്ക്കൊക്കെ കോരി ഇട്ടു. എന്നിട്ടൊരു അരമണിക്കൂർ അത് അവിടെ അങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും നമ്മുടെ റൈസ് സെറ്റാവും. അങ്ങനെ റൈസൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് പപ്പടം പൊള്ളിച്ചില്ലല്ലോ എന്ന്. അങ്ങനെ ഞങ്ങളുടെ പപ്പടം പൊള്ളിക്കുന്ന ചട്ടി അങ്ങോട്ട് വെച്ചു. ഈ ചട്ടിയിലാണ് ഞങ്ങൾ എപ്പോഴും പപ്പടം പൊള്ളിക്കാറുള്ളത്. അങ്ങനെ ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടായപ്പോഴത്തേക്കിനും ഒരു ടെസ്റ്റിന് കുറച്ച് പപ്പടം ഒടിച്ച് അതിനകത്തോട്ട് ഇട്ട് നോക്കി. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അങ്ങനെ ഓരോ പപ്പടമായിട്ട് പൊള്ളിക്കാൻ തുടങ്ങി. അമ്മ പപ്പടം പൊള്ളിക്കുന്ന സമയം കൊണ്ട് സലാഡിനുള്ളത് അരിയാന്ന് വിചാരിച്ചു. അങ്ങനെ തക്കാളിക്ക് സവോളയൊക്കെ എടുത്തുകൊണ്ട് വെച്ച് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അങ്ങനെ അങ്ങനെ അരിയൽ പരിപാടി കഴിഞ്ഞിട്ട് നേരെ സലാഡ് ഉണ്ടാക്കാനും തുടങ്ങി. അങ്ങനെ ഫ്രിഡ്ജിലിരുന്ന് തൈര് എടുത്തുകൊണ്ട് വെച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തു. ഉപ്പും ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇത്രേ ഉള്ളൂ, വേറെ പരിപാടിയൊന്നും ഇല്ല. തൈര് ഒഴിച്ചത് കുറവായതുകൊണ്ട് രണ്ടാമത് കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തു, അത്രയും പേർക്ക് എടുക്കണ്ടായതുകൊണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ദമ്മ് പൊട്ടിച്ചു. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അമ്മ അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ കൊടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് കുറേശ്ശെ എടുക്കാൻ തുടങ്ങി ഇനി വിളമ്പാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പുറത്തെ പിള്ളേരെ വിളിച്ചിരുത്തിയിട്ട് ആദ്യം അവർക്കുള്ള ഫുഡ് കൊടുത്തു. ഇന്നത്തെ ഞങ്ങളുടെ ആദ്യത്തെ ഗസ്റ്റ് അവരായിരുന്നു. പിള്ളേർ ഫുഡും കഴിച്ചിട്ട് പോയിട്ട് ഞങ്ങൾ മുറ്റത്ത് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും ഞങ്ങളുടെ പൂച്ചക്കുട്ടന്മാർ അവിടെ ഇരുന്ന് എന്തോ ഒപ്പിക്കുന്നത് കണ്ട് ശ്രദ്ധിച്ച് അങ്ങോട്ട് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു ഓന്തിനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു 3 പേരും കൂടെ. ആദ്യം ചോട്ടു അതിനെ തൂക്കിക്കൊണ്ട് നടന്നു. അതിന്റെ പുറകിന് കുഞ്ഞൻ അതിനെ തട്ടിപ്പറിക്കാൻ വന്നു. പെരക്കകത്തോട്ട് കൊണ്ടു കയറാൻ തുടങ്ങിയപ്പോഴത്തേനും പപ്പ വഴക്ക് പറഞ്ഞു. അതുകൊണ്ട് അതിനെ എന്തായാലും മുറ്റത്തോട്ട് കൊണ്ട് ഓടിയിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ മേലേപ്പുറത്ത് വന്നെങ്കിൽ ഒരു മാവ് നിറച്ചും കായ്ച്ചു കിടപ്പുണ്ട്. അതിലെ മാങ്ങ പറിക്കാനെ കൊണ്ട് ഞങ്ങളങ്ങ് പോയി. അതായത് 2 ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ വീഡിയോ ഒന്നും എടുക്കല്ലേ ഇത് പറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തില്ല. അവർക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ടും മാങ്ങ. ഗസ്റ്റ് വേറെ ആരും അല്ലായിരുന്നു, എൻ്റെ കൂട്ടുകാരിയുടെ അമ്മയും ചേട്ടനും ആയിരുന്നു. അങ്ങനെ അവർ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ടങ്ങ് പോയി. അങ്ങനെ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കിനും കുറച്ച് ലോലോലിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അത് അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ട് അനിയത്തിയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചേരുവകളൊക്കെ അരിഞ്ഞു പറക്കിയൊക്കെ പ്രിപ്പറേഷൻസ് ഫുൾ അവളുടെ വകയായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറച്ചൊക്കെ എന്തൊക്കെയോ ചെയ്ത് കൊടുത്തതേ ഉള്ളൂ ഞാൻ. അങ്ങനെ ഉലുവയൊക്കെ ഇട്ട് ആദ്യം ഒന്ന് വറുത്തൊക്കെ എടുത്ത് അതൊന്ന് പൊടിക്കാൻ വേണ്ടിയിട്ട്. ഈ സമയം അവളാണെന്നുണ്ടെങ്കിൽ ലോലോലിക്കൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഈ ലോലോലിക്ക് വൃത്തിയാക്കി എടുക്കുന്നത് ഇച്ചിരി ചടങ്ങാണ്, അത് നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ നേരെ നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ഞാനാണെന്നുണ്ടെങ്കിൽ ആ ഉലുവയൊക്കെ പൊടിച്ചു കൊടുത്തു. ചീനച്ചട്ടി വെച്ച് ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കടുവും പൊട്ടിച്ചു. എന്നിട്ട് നേരെ നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വഴണ്ട് വരുന്നിടം വരെ ഇളക്കി കൊടുത്ത് അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴണ്ട് വന്നപ്പോഴത്തേക്കിന് അതിനകത്തോട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കായപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ലോലോലിക്ക് ഇട്ട് ഇളക്കി. അത് കഴിഞ്ഞ് ലാസ്റ്റിലായിട്ട് നമ്മുടെ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തപ്പോഴത്തേക്കിനും നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ലോലോലിക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അടുപ്പേ വെച്ച് ഒരുപാട് അങ്ങനെ വേവിക്കൊന്നും വേണ്ട, വാങ്ങി വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഈസ്റ്റർ ദിനത്തിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ചില സാങ്കേതിക കാരണങ്ങളാലാണ് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വൈകിയത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അപ്പോൾ ഇന്നത്രയൊക്കെ ഉള്ളൂ.
ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സി യു.